കേരള പി എസ് സിയുടെ ഇഷ്ടവിഷയങ്ങളിലൊന്നാണ് നദികൾ. ഏതൊരു പരീക്ഷയിലും ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്നും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. അതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 എണ്ണം, ബാക്കി 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. അതിൽ 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്നു, ബാക്കി 41 എണ്ണവും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇനി നമുക്ക് പെരിയാർ നദിയെക്കുറിച്ച് പഠിക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദിയും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി എന്നിവയൊക്കെ പെരിയാറാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ജീവരേഖ എന്നും പെരിയാർ അറിയപ്പെടുന്നു. ഓക്കെ, നമ്മൾ പെരിയാറിനെ കുറിച്ച് പഠിച്ചത് എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ജീവരേഖ എന്നാണ് പെരിയാർ നദി അറിയപ്പെടുന്നത്. പെരിയാറിനെ കുറിച്ചുള്ള കൂടുതൽ വസ്തുതകൾ നോക്കാം. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ചൂർണി എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പെരിയാർ കൂടാതെ പമ്പ നദിയെയും അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയും പെരിയാറാണ്. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം മുല്ലപ്പെരിയാർ ഡാം. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലേ. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം മുല്ലപ്പെരിയാർ ഡാം. പെരിയാറിൻ്റെ പോഷക നദികൾ മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ചാംകൊട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ചാംകൊട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിലും പെരിയാർ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ആലുവ പുഴ, കാലടിപ്പുഴ. പെരിയാർ പതിക്കുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. അതുപോലെ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. ഈ ജലവൈദ്യുത പദ്ധതികളൊക്കെ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ഒരിക്കൽ കൂടി, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം പെരിയാറിലാണ് ഉണ്ടായത്. അതുണ്ടായ വർഷം 1924. കൊല്ലവർഷം 1099 ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മളിപ്പോൾ പഠിച്ചു പെരിയാർ. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും വലുത് പെരിയാർ, ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി. നമ്മൾ നേരത്തെ പഠിച്ചു കിഴക്കോട്ടൊഴുകുന്നത് 3 നദികളാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ബാക്കി 41 എണ്ണം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി കബനി, അതായത് കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി പാമ്പാർ.
കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ. വടക്കേ അറ്റം മഞ്ചേശ്വരം പുഴ, തെക്കേ അറ്റം നെയ്യാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ് അയിരൂർ പുഴ. അപ്പോൾ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും അയിരൂർ പുഴ തന്നെയാണ്. ഇനി അടുത്തത് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി. ഒന്നാമത്തെ നദി പെരിയാർ. അതിൻ്റെ നീളം 244 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. കേരളത്തിൻ്റെ നൈൽ, പൊന്നാനിപ്പുഴ, നീള എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. അപ്പോൾ PSCക്ക് ചോദിക്കാം, കേരളത്തിലെ നൈൽ അല്ലെങ്കിൽ പൊന്നാനിപ്പുഴ, നീള എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി. ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏതൊക്കെയാണ്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനിപ്പുഴ. പാലക്കാട് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് പേരാർ എന്ന പേരിലായിരുന്നു. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് പേരാർ എന്ന പേരിലായിരുന്നു. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ നോക്കാം. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. മാമാങ്കം നടന്നിരുന്ന നദീതീരം. അത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടൽ. ഭാരതപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടലാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖം. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാര്? MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. അല്ലെ, എപ്പോഴും തിരിഞ്ഞു പോവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ, നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. മിനി പമ്പ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. മിനി പമ്പ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയായ പമ്പ നദിയെക്കുറിച്ച് നോക്കാം. നീളം 176 കിലോമീറ്റർ. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ നദി 176 കിലോമീറ്റർ. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി, ദക്ഷിണ ഭാഗീരഥി എന്നിങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിലെ നദി പമ്പയാണ്. ഏതൊക്കെയാണ്? തിരുവിതാംകൂറിൻ്റെ ജീവനാഡി, ദക്ഷിണ ഭാഗീരഥി എന്നിങ്ങനെ അറിയപ്പെടുന്നത് പമ്പ നദിയാണ്. പമ്പ നദിയുടെ ഉത്ഭവസ്ഥാനം ഇടുക്കി ജില്ലയിലെ പൊളിച്ചിമല. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ്. പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പമ്പ നദിയുടെ ഉത്ഭവസ്ഥാനം ഇടുക്കി ജില്ലയിലെ പുളിച്ചിമല. പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട്.
പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം ഏത്? പെരുന്തേനരുവി. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. ശബരിമല, എടത്വാ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം? പമ്പ. ശബരിമല, എടത്വാ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം? പമ്പ. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം? പമ്പ. മാരാമൺ കൺവെൻഷൻ അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. ശബരി, കക്കാട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി? പമ്പ. ശബരി, കക്കാട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി? പമ്പ. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം? പമ്പ. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം? പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. നീളം 169 കിലോമീറ്റർ. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാർ. ഏതൊക്കെ പേരുകളിലാണ്? കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ചാലിയാർ. ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്ന്. സ്വർണ്ണമിട്ട് ചാലിയാർ മലിനമായി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴ, ഏറ്റവും കൂടിയ നദിയാണ് ചാലിയാർ. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദി ചാലക്കുടി പുഴ. നീളം 145.5 കിലോമീറ്റർ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ചാലക്കുടി പുഴയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി, ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി എന്നിവ ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല. ആ വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമായ വൈന്തല സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അത് സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിലാണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകൂത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിൽ. ഷോളയാർ, പെരിങ്ങൽകൂത്ത് അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിൽ തന്നെയാണ്. അത് തൃശ്ശൂർ ജില്ലയിലാണ്. നെയ്യാർ നദിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ നദി ഉത്ഭവിക്കുന്നത്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. ഓർക്കുക, ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. കല്ലാർ, കരവലിയാർ എന്നിവ നെയ്യാറിൻ്റെ പോഷക നദികളാണ്. കല്ലാർ, കരവലിയാർ എന്നിവ നെയ്യാറിൻ്റെ പോഷക നദികളാണ്. കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കേരളത്തിലെ നദി മഞ്ചേശ്വരം പുഴ. നീളം 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ നദിയും മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായൽ. അപ്പോൾ ഉപ്പളക്കായലിൽ പതിക്കുന്ന നദി മഞ്ചേശ്വരം പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. അപ്പോൾ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരി പുഴയാണ്. ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനി പുഴ. അപ്പോൾ ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേര് പയസ്വിനി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരി പുഴയാണ്.
കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരി പുഴയാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ. തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദി മയ്യഴിപ്പുഴ. തലശ്ശേരിയെയും മാഹിയും യഥാക്രമം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കോളനികളായതിനാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ്. ഉത്ഭവസ്ഥാനം വയനാട്. വയനാട് ജില്ലയിൽ നിന്നാണ് മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. ഗൗണാർ, കവണാർ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി മീനച്ചിലാർ. ഗൗണാർ, കവണാർ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി മീനച്ചിലാർ. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ്. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന്. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രധാന നദിയാണ് വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണ് വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണ് വളപട്ടണം പുഴ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. കബനി നദി കർണാടകയിലേക്ക് ഒഴുകി കാവേരി നദിയിൽ ചേരുമ്പോൾ പാമ്പാർ, ഭവാനി നദികൾ തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരി നദിയിൽ ചേരുന്നു. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും വലുത് കബനി. കബനി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി. അപ്പോൾ കബനി നദിയുടെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി. കബനി നദിയുടെ മറ്റൊരു പേര് കപില. കേരളത്തിൽ മണ്ണുകൊണ്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ്? കേരളത്തിലെ മണ്ണുകൊണ്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം, അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെന്മോറിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെന്മോറിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി പാമ്പാറാണ്. എന്നാൽ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്ന നദി മഞ്ചേശ്വരം പുഴയാണ്. അല്ലേ, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. തലയാർ പാമ്പാർ, തലപ്പാടി പുഴ മഞ്ചേശ്വരം പുഴ. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. ഇരവികുളം, മറയൂർ, ചിന്നാർ എന്നീ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. ഇരവികുളം, മറയൂർ, ചിന്നാർ എന്നീ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം 37.5 കിലോമീറ്റർ ആണ്. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടയൂർ. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടയൂർ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. അതുപോലെ കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ശിരുവാണി നദിയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. അല്ലേ, അപ്പോൾ ആറളത്ത് ചീങ്കണ്ണി ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നും മുരാട് പുഴ എന്നും അറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. ഏതൊക്കെയാണ്? കേരളത്തിലെ മഞ്ഞ നദി, മുരാട് പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ.
കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ. ഒരിക്കൽ കൂടി, നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.